എക്സാംസ് ഒക്കെ ഇങ്ങനെ എത്തിയല്ലേ? എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ? ഇനി തുടങ്ങാത്തവരും കാണും അല്ലേ? അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ SSLC എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനാണ് നിങ്ങളുടെ കരിയറിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മുടെ SSLC എക്സാം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്താലും നമുക്ക് +2 നല്ല സ്ട്രീം എടുക്കാൻ പറ്റൂ. അതുവഴി നമ്മൾ നിങ്ങളുടെ എയിമിനനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ പഠിക്കാത്തവരും കാണും, എല്ലാം പഠിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് വരുന്ന കുട്ടികളും കാണും. അപ്പോൾ നമ്മൾ എല്ലാം വെറുതെ ഓടിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ എത്ര മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും എന്നിവിടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയത് നമുക്ക് ഈ നമ്മുടെ സ്റ്റഡി ലീവിനൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളവരുണ്ട്. നമ്മൾ ഇനി പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ളവർ കാണും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിൽ എത്ര മാർക്കിനാണ് നമുക്ക് ഇതുവരെയും, അതായത് മോഡലിനും പ്രീവിയസ് ഇയറിനും ഒക്കെ ചോദിച്ചതെന്നുള്ള മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എത്രയാണ്, അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിനകത്ത് നിന്ന് ഇതുവരെയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5 to 8 മാർക്സിനാണ്. അത് ആ ചാപ്റ്ററിൽ നിന്ന് റെസിസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കമ്പോണൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചിരിക്കുന്നത് എത്ര മാർക്കിനാണ്? 5 to 8 മാർക്സിനാണ്. അത് കാണുമ്പോഴേ അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതെന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാ? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതും ഇതേ ഇമ്പോർട്ടൻ്റ് വരുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 3 to 6 മാർക്സിനാണ് നമുക്ക് മോഡലിനും അതുപോലെ പ്രീവിയസ് ഇയറിലും എല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു 6 മാർക്സിനകത്ത് 3 to 6 മാർക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ അടുത്ത ചാപ്റ്റർ ഏതാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 5 to 9 മാർക്സ് ആണ് നമുക്ക് അതിനകത്ത് നിന്ന് ഇതുവരെയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വരാൻ പോകുന്ന എക്സാമിനും ഇത്ര മാർക്കിന് ചോദിക്കാം. 5 to 9 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് 4 to 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. രണ്ട് ചാപ്റ്ററും തിരിഞ്ഞു പോകരുത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് വരുന്നത് 6 to 9 മാർക്സിനാണ്. കണ്ടോ, അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് റേ ഡയഗ്രംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ലെൻസസിൻ്റെ കാര്യം, മിറേഴ്സിൻ്റെ കാര്യം എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് മാറ്റിയിട്ട് നിങ്ങൾ എക്സാമിന് പഠിക്കരുത്. പിന്നെ അടുത്ത ചാപ്റ്റർ ഏതാ? വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. വളരെ നല്ലൊരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്ററാണത്. അതിൽ നമുക്ക് ചോദിക്കുന്ന എത്ര മാർക്കിനാണ്? 5 to 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതും പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ ചാപ്റ്റർ വിഷനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇക്വേഷൻസ് ഒന്നും ഇല്ല, നമുക്ക് എന്ത് മാത്രം പഠിക്കാനുള്ളതാണ്? തിയറി മാത്രം വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാ? എനർജി മാനേജ്മെൻറ്റ്. അതും ഈ പറഞ്ഞ പോലെ 5 to 7 മാർക്സിന് വരുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് 5 മാർക്സിനെ ചോദിക്കുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ 7 മാർക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് എനർജി മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്, ജസ്റ്റ് ഇനിയേ തുടങ്ങുന്നുള്ളൂ എന്നുള്ളവർ കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ പഠിക്കാൻ നമുക്ക് ജയിച്ചു പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് സ്കോർ ചെയ്ത് നമുക്ക് ഏതൊക്കെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കണം എന്ന്, ഈ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ ചാപ്റ്റർ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കണം. പിന്നെ ഉള്ളത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. ഈ 4 ചാപ്റ്റർ ഒമിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്? SSLC പഠിക്കാതിരിക്കരുത്. ഈ 4 ചാപ്റ്ററും ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 4 ചാപ്റ്ററും വളരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സും പഠിക്കേണ്ടെന്നല്ല, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? 2 ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് വേണം ഈ അവസാന നിമിഷം നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഇനി നമുക്ക് സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ചാപ്റ്റർ പഠിക്കണം. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അറിയാമല്ലോ. നമുക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതിൽ എത്ര നിങ്ങൾ ആൻസർ ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. എത്ര മാർക്ക് വെച്ചിട്ടാ? 1 മാർക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 6 to 10 കാണും. അതും നിങ്ങൾ എന്ത് ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 2 മാർക്സ് വെച്ചിട്ടാണ് നമുക്ക് സ്കോർ വരുന്നത് ഓരോ ക്വസ്റ്റ്യനും. അടുത്തത് 11 to 15 വരെയുള്ള ക്വസ്റ്റ്യൻസിനും നിങ്ങൾ എത്രയെന്ന് എഴുതിയാൽ മതി? 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 3 മാർക്സ് ആണ് ഈച്ച് വരുന്നത്. 16 to 20 ആണെങ്കിലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതും എത്ര മാർക്കിൻ്റെയാണ്? അറ്റൻഡ് ചെയ്യേണ്ടത്
4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ അവസാന നിമിഷം ഈ പറഞ്ഞ പോലെ വെയിറ്റേജ് ഒക്കെ നോക്കി 4 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോകുന്നവർക്ക് ഇൻഫാക്ട് നമ്മുടെ ഒരു ലെക്ക് പോലെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കൊരു സന്തോഷമാവില്ല. അപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ സന്തോഷത്തിൽ എന്ത് ചെയ്യും, നമ്മൾ എഴുതി തുടങ്ങും അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുക. ഇനി ഒരു ക്വസ്റ്റ്യനിൽ സബ് നമ്പേഴ്സ് കാണും, 1 2 3 എന്നോ ABCD എന്നോ ഒക്കെ സബ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും അതുപോലെ ഇട്ട് പോവുക. കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂണിറ്റ് എഴുതി പോവുക. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.